കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവുമധികം പോപ്പുലാരിറ്റിയും മാധ്യമ കവറേജും ഉണ്ടായിരുന്ന നേതാവായിരുന്നു പിണറായി വിജയൻ. പ്രത്യേകിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലം. കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ വാർത്താ ചാനലുകൾ ഏറ്റവുമധികം സ്ക്രീൻ സ്പേസ് നൽകിയത് പിണറായിക്കായിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് അത്രയേറെ വിലയുണ്ട്. മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കാൻ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ പിണറായിയുടെ വാർത്താ സമ്മേളനങ്ങളും പരിപാടികളും പൂർണ്ണമായും സംപ്രേഷണം ചെയ്തു ചാനലുകൾ. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായിക്ക് വേണ്ടത്ര മാധ്യമ പിന്തുണയും ജനകീയതയും ഇല്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പാർട്ടി ചാനലായ കൈരളി. കഴിഞ്ഞ ദിവസം വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് പിന്നാലെ സ്ഥലത്തെത്തിയ പിണറായി കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. 52 മിനിറ്റ് നീണ്ടുനിന്ന വാർത്താ സമ്മേളനം പൂർണ്ണമായും സംപ്രേഷണം ചെയ്തത് CPMന്റെ കൈരളി ചാനൽ മാത്രമാണ്. മറ്റു ചാനലുകൾ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ലൈവ് സംപ്രേഷണം നടത്തിയത്. ഓരോ ചാനലും വാർത്താ സമ്മേളനം ലൈവ് സംപ്രേഷണം ചെയ്ത സമയത്തിന്റെ കണക്കുൾപ്പെടെ കാർഡാക്കി പുറത്തു വിട്ടിരിക്കുകയാണ് കൈരളി ചാനൽ. ഇതനുസരിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ്, 24 ന്യൂസ്, റിപ്പോർട്ടർ ചാനൽ എന്നിവർ തത്സമയം വാർത്താ സമ്മേളനം സംപ്രേഷണം ചെയ്തിട്ടേയില്ല. മനോരമ ന്യൂസ് 8 മിനിറ്റും, മീഡിയ 1 7 മിനിറ്റും, മാതൃഭൂമി 6 മിനിറ്റും, ന്യൂസ് മലയാളം 2 മിനിറ്റുമാണ് വാർത്താ സമ്മേളനം ലൈവായി കാണിച്ചത്. പാർട്ടി ചാനലായ കൈരളിയേക്കാൾ ഭംഗിയായി കഴിഞ്ഞ കുറേ കാലമായി CPMന് വേണ്ടി PR നടത്തുന്ന ചാനലാണ് റിപ്പോർട്ടർ. ന്യൂസ് മലയാളത്തിന്റെ രാഷ്ട്രീയവും മറ്റൊന്നല്ല. എന്നിട്ടും ഈ 2 ചാനലുകളും പിണറായിയെ തഴഞ്ഞു. അതേസമയം കോൺഗ്രസ് ചാനൽ എന്ന CPM തന്നെ അധിക്ഷേപിക്കുന്ന മനോരമ 8 മിനിറ്റ് സംപ്രേഷണം ചെയ്തു. മീഡിയ 1ഉം മാതൃഭൂമിയുമെല്ലാം CPM നിരന്തരം എതിർക്കുന്ന ചാനലുകളാണ് എന്നതും ശ്രദ്ധേയമാണ്. മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവായ പിണറായിയെ അവഗണിച്ചു. തങ്ങൾ മാത്രം മുഴുവൻ സമയവും വാർത്താ സമ്മേളനം സംപ്രേഷണം ചെയ്തു എന്ന് വിളിച്ചു പറയാനാണ് കൈരളി ഈ കാർഡ് അടിച്ചിറക്കിയത്. എന്നാൽ സ്വന്തം നേതാവിനെ സ്വന്തം പാർട്ടി ചാനൽ തന്നെ കളിയാക്കുന്നത് പോലെയായി മാറി ഈ സംഭവം. അടുത്തിടെയായി പിണറായിക്കും പാർട്ടിക്കും പണി കൊടുക്കുന്ന രീതിയിലാണ് പാർട്ടി ചാനലും പാർട്ടി പത്രവും ചെയ്യുന്നത് എന്നതാണ് ഏറെ രസകരം. അടുത്തിടെ വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടിയെ ഒന്നാകെ വെട്ടിലാക്കിയത് ദേശാഭിമാനിയാണ്. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി തനിക്ക് തോന്നുമ്പോഴൊക്കെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നത്. കോവിഡ് കാലത്ത് തുടർച്ചയായി എല്ലാ ദിവസവും വൈകിട്ട് 1 മണിക്കൂറോളം നീളുന്ന വാർത്താ സമ്മേളനങ്ങൾ നടത്തി. അത് കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അത് ഇടവേള പോലും ഇല്ലാതെയാണ് പല ചാനലുകളും മുഴുവൻ സമയവും ജനങ്ങളിലെത്തിച്ചത്. പിന്നീട് ഇടയ്ക്കൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോഴും 1 മണിക്കൂർ നീളുന്നതായിരുന്നു പിണറായിയുടെ വാർത്താ സമ്മേളനം. 3/4 മണിക്കൂറോളം എഴുതിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ വായിച്ച ശേഷം 5-10 മിനിറ്റ് മാത്രമാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായി നീക്കിവെച്ചിരുന്നത്. അന്നെല്ലാം പിണറായി വാർത്താ പ്രാധാന്യമുള്ള നേതാവായിരുന്നു. അതിനാൽ ആ വാർത്താ സമ്മേളനങ്ങൾക്കെല്ലാം വലിയ തോതിൽ പ്രേക്ഷകരെയും ചാനലുകൾക്ക് ലഭിച്ചിരുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായിയേക്കാൾ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനെയാണ്. അതായത് പിണറായി എന്ന വ്യക്തിക്കല്ല, മറിച്ച് അദ്ദേഹം വഹിച്ചിരുന്ന പദവിക്കനുസരിച്ചാണ് മാധ്യമങ്ങൾ പ്രാധാന്യം നൽകുക, ജനങ്ങളും. അത് തിരിച്ചറിയാനുള്ള വിവേകം പാർട്ടി ചാനലിന് ഇല്ലാതെ പോയി. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നൽകിയ സ്പേസ് മീഡിയകൾ പ്രതിപക്ഷ നേതാവായ പിണറായിക്ക് നൽകണമെന്ന് നിർബന്ധമില്ല.